അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ ആശ്രമാനുമാണ്. നമ്മുടെ ലഹരി, MDM അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ കേരളം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ ഒരുപാട് അപ്രതീക്ഷിതം വലിയ മയക്കുമരുന്ന് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്ത ആളുകളിൽ പോലും MDM വിൽപ്പന നടത്തുന്നതും പലതും നമ്മൾ കണ്ടു. ഇന്നലെ ബഹുമാനപ്പെട്ട താനൂർ DYSP സാറ് പ്രമോദ് സാറ് എൻ്റെ നാട്ടിൽ ക്ലാസ് എടുക്കാൻ വന്നിരുന്നു. അദ്ദേഹം 50 ദിന ലഹരി വിരുദ്ധ ക്ലാസ്സാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിനെ പോലുള്ള നമ്മുടെ പ്രമോദ് സാറ് DYSP സാറിനെ പോലുള്ള സാറുമാരുണ്ടാകുമ്പോൾ ഒരു സംശയമില്ല, നാട്ടിൽ എന്ത് ഇത്തരം വിപത്തുണ്ടെങ്കിൽ ഒരു കോള് അതിന് കർശന നടപടി എടുക്കുന്നത്. ബഹുമാനപ്പെട്ട DYSP സാറിനോട് ഞങ്ങളുടെ നാട്ടിലെ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. സാറേ, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞാൽ അവിടെയുള്ള പോലീസുകാർ അപ്പം തന്നെ ഈ ലഹരി വിൽക്കുന്ന ആളുകൾക്ക് വിവരം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്, CI സാറും SI സാറും ഒക്കെ ഞങ്ങൾ പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ട്, മാറ്റിക്കാളാന്ന് പറയും. അതിനെന്താ മറുപടി എന്ന് വെച്ചപ്പോൾ ബഹുമാനപ്പെട്ട പ്രമോദ് സാറ് പറഞ്ഞ വാക്ക്, നിങ്ങൾ അത്തരത്തിലുള്ള ഏത് ഓഫീസറാണോ വിളിച്ച് പറഞ്ഞത് അങ്ങനത്തെ ഒരു സൂചന നിങ്ങൾക്ക് കിട്ടിയാൽ ആ ഓഫീസറെ പേരോ കാര്യങ്ങളോ തരി, കർശന നടപടി എടുക്കും ഞങ്ങൾ. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ രാത്രി 2 മണിക്കായാലും എൻ്റെ ഫോണ് ഓണായിരിക്കും, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം, ഞാൻ ആ ഫോൺ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ DYSP സാറ് ആ ഒരു വാക്ക് ജനങ്ങൾക്ക് കൊടുത്തപ്പോൾ ജനങ്ങൾ ഒന്നിച്ച് കൈയടിച്ചു. കാരണം രാത്രി 2 മണിക്ക് വിളിച്ചാലും മയക്കുമരുന്ന് വിൽക്കുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട് ഇന്ന ഭാഗത്ത് നിന്നുള്ള സൂചനകൾ തന്നാൽ അതിന് നടപടി ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ ബഹുമാനപ്പെട്ട കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിലെ CI സാറും അതേമാതിരി സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസുകാരനും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല വ്യക്തിത്വം. ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് വിൽപ്പനക്കാർക്ക് കർശന നടപടി ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് ഇവിടെ തന്നത്. അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി മഹലിൽ എല്ലാ കക്ഷി രാഷ്ട്രീയ പാർട്ടിയിലുള്ള മതസംഘടനയിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അങ്ങനെ നാടൊട്ടാകെ ഓരോ വാർഡിലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി വാർഡ് മെമ്പറും അവിടുത്തെ എല്ലാ നല്ല മനുഷ്യസ്നേഹികളും പോലീസും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും ഒരുമിച്ച് ഇറങ്ങിയാൽ നമ്മളെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഈ നമ്മുടെ മക്കളെ നശിപ്പിക്കാനിറങ്ങിയ ഈ സാമൂഹ്യ ദ്രോഹികളെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇവിടെ നമ്മൾ ഓരോരുത്തരും ആരോരും നമ്മളോട് പറയാണ്, അതിൽ നിങ്ങളെ മക്കളുണ്ടായിരുന്നു, നിങ്ങളെ മക്കൾ എന്ന സ്ഥലത്ത് വെച്ച് കണ്ടു എന്ന് രക്ഷിതാവിനോട് മറ്റുള്ളവർ കാണാൻ പാടില്ലാത്ത സ്ഥലത്ത് ആ പയ്യന്മാരെ കൂട്ടുകെട്ട് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മകൻ അങ്ങനത്തെ അല്ല, എൻ്റെ മകൻ അങ്ങനെ പോകുന്ന കുട്ടിയല്ല എന്നല്ല നമ്മൾ പറയേണ്ടത്. അത് നമ്മളെ മക്കളെ നമ്മൾ കണ്ട് ആ മക്കളോട് എന്നെ ഭാഗത്ത് വെച്ച് കണ്ടിട്ടുണ്ട്, നിൻ്റെ ആ കൂട്ടുകെട്ട് ശരിയല്ല, എൻ്റെ കുട്ടികളെ ഭാവി ഇല്ലാതാവും, ഞങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷയിലാണ് നിങ്ങളെ വളർത്തേണ്ടത്, കഷ്ടപ്പെട്ട് നമ്മൾ നിങ്ങളെ വളർത്തുമ്പോൾ നിങ്ങൾക്ക് ഭാവി നിങ്ങളെ ജീവിതം നല്ല സന്തോഷത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാവങ്ങളെ സഹായിക്കാനും നല്ല മനുഷ്യനായി ജീവിക്കാനും ഒക്കെ സാഹചര്യം ഒരുങ്ങണമെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടിൻ്റെ മക്കൾ പോകരുത്. അപേക്ഷയാണ്, അല്ലെങ്കിൽ സ്നേഹത്തോടെ നമ്മളെ മക്കളെ നിർബന്ധമായിട്ടും ആ ഉത്തമ വാക്കുകൾക്ക് കൊടുക്കണം, അവരെ നല്ല മനുഷ്യരാക്കി മാറ്റുക. ഇനി അതല്ല, ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രമോദ് സാറ് പറഞ്ഞ അദ്ദേഹം നമ്മളെ പ്രമോദ് സാറ് എന്ന് പറഞ്ഞാൽ നിലവിൽ തന്നെ ഞാൻ താനൂർ CI ആയ സമയത്ത് തന്നെ അദ്ദേഹത്തെ പരിചയമുള്ള ആളാണ്. അന്ന് തന്നെ അദ്ദേഹം അവിടെയൊക്കെ ആരെങ്കിലും വഴിതെറ്റി പോകുമ്പോൾ അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന ചികിത്സ വേണമെങ്കിൽ അത് കൊടുത്ത് പിന്നീട് ആ മനുഷ്യരാക്കി മാറ്റിയ ശേഷം അവരെ കൊണ്ട് രക്തം കൊടുക്കാൻ പോലും പറഞ്ഞയക്കുന്ന സാഹചര്യം എൻ്റെ അനുഭവത്തിലുണ്ട്. കാരണം മനുഷ്യനാണ്, തെറ്റ് പറ്റിപ്പോവും. ആ തെറ്റിൽ നിന്നും അവനെ രക്ഷപ്പെടുത്താൻ അതിനും കൂടി തയ്യാറാണ് നമ്മുടെ DYSP സാറ് പ്രമോദ് സാറ്. കാരണം അതിനുശേഷം ഇവരെ കാരുണ്യ പ്രവർത്തകരാക്കി മാറ്റുക. മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യമുള്ള ജീവൻ നിലക്കണമെങ്കിൽ രക്തം, അത് കൊടുക്കാനുള്ള ആ കാരുണ്യ പ്രവർത്തനത്തിൽ കൂടി പങ്കാളിയാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പ്രമോദ് സാറിന്. അതുമാതിരി ഒരുപാട് പോലീസ്, നമ്മളെ പാലക്കാടുള്ള അനീഷ് സാറ് CI, നമ്മുടെ വള്ളിക്കാടൻ, പിന്നെ എന്താ സാറിൻ്റെ പേര് മറന്നു ഞാൻ, അങ്ങനെ കുറേ ഓഫീസർമാരുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ നേരത്തെ ഇപ്പോൾ നമ്മുടെ ഷൊർണൂർ DYSP ആയ ഹരിദാസൻ സാറ് ഞങ്ങളും കൂടി ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ലഹരി വിൽക്കുന്ന ആളുകൾ സജീവമായപ്പോൾ
അന്ന് ഹരിദാസ് സാറ് കുളത്തൂർ SI ആയിരുന്നു. അദ്ദേഹം ഞങ്ങളും കൂടി ഒരു ടീമുണ്ടാക്കി. മനോരമ റിപ്പോർട്ടറും ഞങ്ങളെ കൂട്ടത്തിൽ പങ്കാളിയായി. ഒരു ഭൂമി കച്ചവടക്കാരായി ചെറിയൊരു കുറച്ച് സ്ഥലം വിൽക്കാണ്ടെന്നും പറഞ്ഞിട്ട് എടുക്കാനാണ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്ന് ഈ ലഹരി വിൽക്കുന്ന ആളുകളായിട്ട് സമീപിച്ചുകൊണ്ട് ഇവരടുത്ത് എന്തൊക്കെയുള്ള ലഹരി എന്നുള്ള എല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് ഇവരെ ഇവിടെ നോക്കുമ്പോൾ 100 ഗ്രാം കഞ്ചാവേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ സാധനം വേണമെന്ന് പറഞ്ഞപ്പോൾ പുഴക്കാട്ടിരി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പുഴക്കാട്ടിരി പോയി. അവിടെ ചെന്നപ്പോൾ ഏകദേശം 1 കിലോ കഞ്ചാവുള്ളൂ. ആ കഞ്ചാവും പിന്നെ പോരാ, വേറെന്താ കിട്ടുമോ ചോദിച്ചു. അപ്പോൾ അവിടെ തുളസി, മധു എന്ന പറഞ്ഞ ആളൊക്കെ കണ്ട് അവരൊക്കെ ഇതിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ പാണ്ടിക്കാട് പോകണമെന്ന് പറഞ്ഞു. പാണ്ടിക്കാടാണ് ഇതിൻ്റെ മെയിൻ കേന്ദ്രം എന്ന് പറഞ്ഞു. അങ്ങനെ പാണ്ടിക്കാട് പോയതിന് ശേഷം ഇവരവിടെ പോയി സാധനങ്ങളായിട്ട് വരുമ്പോൾ അങ്ങാടിപ്പുറത്തുനിന്ന് ഒരു ഷോർട്ട് കട്ട് കൂടിയൊക്കെ വന്നിട്ടാണ് പുഴക്കാട്ടിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് അപ്പോഴും ഹരിദാസ് സാറ് കുളത്തൂരെ പോലീസുകാരോട് പടപ്പറമ്പിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. അതിനുശേഷം നേരെ അവരെ ഇവിടെ വെച്ചിട്ട് പുഴക്കാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാണ്. അതുപോലെ വണ്ടി പരിശോധിച്ച് നോക്കുമ്പോൾ സീറ്റിൻ്റെ അടിയിലാണ് കഞ്ചാവ് കെട്ട്. ഇതിനൊക്കെ കാരണം മനോരമ റിപ്പോർട്ടറാണ് അതിന് എല്ലാ വഴിയും ഒരുക്കി തന്നത്. അദ്ദേഹം അവരെ കൂടെ കഞ്ചാവ് എടുക്കുന്ന ആളായിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ നല്ല ഒരു ഹാർഡ് വർക്ക് അദ്ദേഹം ചെയ്തുകൊണ്ടാണ് പിടിക്കപ്പെട്ടത്. അതിനുശേഷം ഇവരെ ചോദ്യം ചെയ്തപ്പോൾ 30 ലക്ഷം ഉറുപ്പ്യേൻ്റെ ഏകദേശം ബ്രൗൺ ഷുഗറാണ് പിന്നെ പിടിക്കപ്പെട്ടത്. അപ്പം ഇങ്ങനെ വലിയ വലിയ ശൃംഖല, അതായത് മയക്കുമരുന്ന് ലോബികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അവരെ ഉന്മൂലനം അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവട്ടെ, പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ നാട്ടിൽ സജീവമായിട്ട് പോലീസിന് പ്രത്യേകം അനുമതി കൊടുത്തു. പോലീസാണെങ്കിൽ ഒരു ജനകീയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ജനങ്ങളും പോലീസും കൂടി ഇത്തരത്തിലുള്ള സാമൂഹികതകളെ നശിപ്പിക്കാനുള്ള എല്ലാ വഴികളും ഒരുമിച്ചിറങ്ങിയപ്പോൾ വൻ വേട്ടയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉരുപ്പട്ടി മയക്കുമരുന്നാണ് പിടിക്കപ്പെട്ട്. ഇപ്പോൾ ഇനി അതിൽ മറ്റൊരു വേറെ വിഷയമുണ്ട്. നമ്മളിപ്പോൾ പോലീസും നാട്ടുകാരും എല്ലാവരും കൂടി നാട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള സാമൂഹികദ്രോഹികളെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്കാണ് അയക്കുന്നത്. ഇന്നലെ ഞങ്ങളെ പ്രമോദ് സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കിറ്റൊക്കെ പിന്നെ തിരൂരും കടുങ്ങാതുണ്ടിലൊക്കെ കൊണ്ടുകൊടുക്കാണ്ടായത് കൊണ്ടുകൊടുത്ത് വരുമ്പോൾ ഏകദേശം ഒരു 5 മണിയായി. 5 മണിക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ ഒരു പഴയ സുഹൃത്ത് കാണാൻ വന്നു. അദ്ദേഹത്തിൻ്റെ തടിയൊക്കെ കണ്ടപ്പോൾ നന്നായിക്കണം. അപ്പം ഞാൻ വിചാരിച്ച അദ്ദേഹം ഗൾഫിൽ പോയതായിരുന്നു. നീ എന്നാ വന്നു, എവിടെയെന്ന് വെച്ച്. ഗൾഫിലായിരുന്നു വെച്ച്. അല്ല മാനുക്ക, ഞാൻ തവനൂര് ജയിലിലായിരുന്നു, 11 മാസമായിട്ട് ജയിൽ ശിക്ഷയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യക്കുള്ള കുട്ടികൾക്ക് ചെലവ് കൊടുക്കാത്തതിനാണ് ജയിലിലായത്. ഇവിടെ മുടി വെട്ടണൊക്കെ ഒരു ആളാണ്, പക്ഷേ പൈസ കെട്ടാത്തതുകൊണ്ട് ജയിലിൽ പോകേണ്ടിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ആ കുട്ടി പറഞ്ഞ വാക്ക്, ഞാൻ ഇങ്ങനെ തടി നന്നായിക്കണമെങ്കിൽ ജയിലിലുള്ള സുഖവാസം തന്നെ മാനുക്ക. അതായത് രാവിലെ 12 ചപ്പാത്തി ഇട്ടുത്രേ, ശനിയാഴ്ച ദിവസം 200 ഗ്രാം മട്ടന്. ഓൻ പറഞ്ഞ വാക്കെന്താ, എൻ്റെ വീട്ടിൽ പോലും ആഴ്ചയിൽ പോയിട്ട് ഒരു മാസത്തിൽ പോലും ഞാൻ മട്ടൻ മേടിച്ചില്ല, കാരണം കാശില്ല. പക്ഷെ ജയിലിൽ ചെന്നപ്പോൾ എല്ലാ ആഴ്ചയിലും 200 ഗ്രാം മട്ടന്, 1.5 നേന്ത്രപ്പഴം അല്ലെങ്കിൽ 2 റോവസ്റ്റ്, പിന്നെ ബാത്റൂമിൽ പിന്നെ എന്താണ് ഷവറടക്കം, യൂറോപ്യൻ ക്ലോസറ്റ് ഷവറടക്കം ബാത്റൂമിൽ എല്ലാ സൗകര്യവും, നല്ല ടൈൽസ് ഇട്ട് സൂപ്പറായിട്ട് 10-40 ആൾ ഒരുമിച്ച് കിടന്ന് ഫുട്ബോൾ കളി, വോളിബോൾ കളി, ചെസ് കളി, ക്യാരം ബോർഡ് കളി, അങ്ങനെ എല്ലാവിധ കളിക്കാനും പിന്നെ ഇഷ്ടത്തനുസരിച്ച് ഉച്ചക്കാണ് എത്ര സാധനങ്ങൾ, വൈകിട്ട് നേരത്തെ ഭക്ഷണം, കൃത്യമായിട്ടുള്ള കറക്റ്റ് ഫുഡ് നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുമോ മോനോ. ഞാൻ ഈ തടി നന്നായിക്കണമെങ്കിൽ ജയിലിലുള്ള സുഖവാസം തന്നെയാണ്. അപ്പോൾ അവിടെ റിസോർട്ടിൽ താമസിക്കുന്ന മാതിരിയാണ് ജയിലിൽ സത്യത്തിൽ സൗകര്യം ചെയ്തിട്ടുള്ളത്.
യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കുട്ടി അദ്ദേഹത്തിന്റെ മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പോയത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുറ്റമായിട്ട് കാണാൻ വയ്യ, കാരണം സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ 2-3 വകുപ്പാക്കി മാറ്റി ഇത്തരത്തിലുള്ള, അതായത് ഇപ്പോൾ നമ്മുടെ അഫ്വാൻ പറഞ്ഞ തിരുവനന്തപുരത്തെ 5 ആൾക്കാരെ കൊന്ന ഓന്റെ അവസ്ഥ നമുക്കറിയാം. ഒരു മടിയും കൂടാതെ എന്നോന്റെ ഉപ്പാന്റെ ഏട്ടന്റെ ഭാര്യനെ മുത്തമ്മാനെ കൊന്ന കേട്ടോ നിസ്സാരമായിട്ടും സംസാരിക്കുന്നുണ്ട്. ഇനി ഓനും ഇതേമാതിരി ജയിലിൽ 200 ഗ്രാം ആട്ടിറച്ചിയും കോഴിമുട്ടയും പഴവും കോഴിക്കാലും ഓന് ഷവറും ഓന് ഇഷ്ടംപോലെ യൂറോപ്യൻ ക്ലോസറ്റും എല്ലാ സൗകര്യത്തോടെ ഓനക്ക് ജയിലിൽ സൗകര്യം കിട്ടുമ്പോൾ എങ്ങനെ വീണ്ടും തെറ്റ് ചെയ്യാതിരിക്കുക? അപ്പൊ ഇത്തരത്തിലുള്ള പ്രതികളായ മയക്കുമരുന്ന് ലോബികൾ, അക്രമകാരികൾ, കൊലയാളികൾ, ഇവർക്കൊക്കെ ശിക്ഷ ഏരിയ വേറെ തന്നെ വേണം. ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം ഇവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ സർക്കാരും നമ്മുടെ നാട്ടിലെ കോടതിയൊക്കെ ഇത്തരക്കാർക്ക് കർശന ശിക്ഷ ജയിലിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഓല് പിന്നെ വീണ്ടും ഒരു തെറ്റുക്കും പോല. ഇപ്പൊ അവിടെ ജയിലിൽ കിടക്കുന്ന MDMഉം ഇതൊക്കെ അടിച്ചുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ഓരോരുത്തരും പറയാത്രേ, നാട്ടിൽ ചെന്നാൽ ഇനിയിപ്പോ പിടിച്ചാൽ തന്നെ നമുക്ക് എന്താ നമ്മളെ വീട്ടിൽ കിട്ടുന്നതിനെക്കാട്ടും സുഖവും സന്തോഷവും നമുക്ക് ജയിലിൽ കിട്ടുന്നുണ്ട്. ഇത്ര സുഖം നമുക്ക് നമ്മളെ വീട്ടിൽ കിട്ടുമോ? അപ്പൊ ഇവർക്ക് ഇതൊരു വിഷയമല്ല. കാരണം ജയിലിൽ അത്രയും സുഖം, സന്തോഷം, സുഖ സൗകര്യത്തോടെ റിസോർട്ടിൽ കഴിഞ്ഞെക്കാട്ടും, റിസോർട്ടിലാണെങ്കിൽ പോലും നമ്മൾ കായ് കൊടുക്കണം. ഇത് ഒരു ഉറപ്പില്ലാതെ ഡോക്ടറെ ചികിത്സ, മരുന്ന് ഫ്രീ, എല്ലാ ഭക്ഷണവും ഫ്രീ, കുളിക്കാൻ സൗകര്യം, നമ്മളെ നേരത്തിന് വിളിച്ചുണർത്തുന്നത്, ചായക്ക് ഇഷ്ടം പോലെ ചായ, എല്ലാ സാധനവും കിട്ടുക. അപ്പോൾ ഈ സൗകര്യം ഈ പറയപ്പെട്ട കൊലയാളികൾക്കും ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാർക്കും ഈ അക്രമികളായ കണ്ടോലെ നെഞ്ഞത്ത് കരികാണ്ട് തല്ലാനും ഇടിച്ചാനും കൊല്ലാനും നടക്കുന്ന വ്യക്തികളുണ്ട്. ഇവർക്കും ഇതേ സൗകര്യം കിട്ടുമ്പോൾ ഓല് വീണ്ടും എങ്ങനെ തെറ്റ് ചെയ്യാതിരിക്കുക? ഓല് വീണ്ടും എങ്ങനെയാണ് അക്രമികാരികളെ ആദരിക്കുക? എങ്ങനെ ഓല് മയക്കുമരുന്ന് വിൽക്കാതിരിക്കുക? എങ്ങനെ കൊലയാളികളെ ആപാതിരിക്കുക? കാരണം ഇതിന് നമ്മുടെ നാട്ടിലുള്ള ജയിലിലുള്ള സൗകര്യം കൂടിയ തന്നെയാണ്. ഇപ്പൊ തവനൂർ ജയിലിൽ ഇന്നലെ 4 ദിവസം വന്നിട്ട് ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന കുട്ടി പറയുമ്പോൾ നമ്മളെ വീട്ടിൽ കിട്ടാത്ത സുഖം ഇനി എന്തുണ്ടെങ്കിലും ഞാൻ അവരെ പൈസ ഞാൻ കിട്ടൂല, ഇനി ജയിലിൽ പോയി കിടക്കാൻ സന്തോഷമാണ്. നമുക്കൊരു സമാധാനത്തോടെ കിടന്നോ, ഒരു ബുദ്ധിമുട്ടില്ല, ഒരു ടെൻഷനില്ല. വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവരണമെന്നോ വീട്ടിലേക്ക് അരി കൊണ്ടുവരണമെന്നോ ഒരു കാര്യത്തിൽ നമുക്ക് ടെൻഷനില്ല. അപ്പോൾ വലിയ ഒരു വിപത്താണ് ജയിലിൽ ഈ സൗകര്യം. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ നാട്ടിൽ ഈ സാമൂഹ്യ ദ്രോഹികളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ സുഖവാസത്തിന് എത്തിക്കുന്നതാണ് കാണുന്നത്. അത് തിരുത്തിയേ പറ്റൂ. എങ്കിലും നമ്മളെ സർക്കാരും നമ്മുടെ കോടതികളും എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് കൂടി ഇതിനൊരു കർശന നടപടി നിയമം കൊണ്ടുവരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് കടുത്ത ശിക്ഷ, ഒരു നേരത്തെ ഭക്ഷണം, ദിവസം അവർക്ക് ജയിലിൽ നിന്ന് അടിയും കിട്ടണം. അവർക്ക് ഇനി ഒരു കാരണവശാലും ഞാൻ തെറ്റിക്കൂല. ജയിലിൽ പോയാൽ അവസ്ഥ പറയാൻ കഴിയില്ല. ജയിലിലുള്ള ദുരന്തം എന്താന്നുള്ള ചിന്തയാണ്. പണ്ടൊക്കെ പറയുന്നത്ര ഗോതമ്പുണ്ടെന്ന്. ആ കാലമൊക്കെ പോയി VIP പരിഗണനയാണ്. ഇപ്പോൾ നാട്ടില് എത്ര പാവം മനുഷ്യര് ജീവിക്കാൻ പോലും മാർഗമില്ലാതെ രോഗം കൊണ്ട് ഡയാലിസിസ് ചെയ്യാൻ കഴിയില്ല, ക്യാൻസർ രോഗം പിടിച്ചിട്ട് കീമോ ചെയ്യാനും മരുന്ന് പിടിച്ചാനും കഴിയുന്നില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങളായിട്ട് നാട്ടില് എത്രയോ രോഗികൾ, ആ രോഗികളെ പൈസ ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഏറ്റവും അക്രമം ചെയ്തുകൊണ്ട് ജയിലിൽ പോയി കിടന്നാൽ സുഖവാസത്തിന് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ. ഇത് തിരുത്തപ്പെട്ടില്ലെങ്കിൽ ഇവരാരെ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിൽ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പിടിച്ച് മയക്കുമരുന്ന് ലോബിനെ ഇല്ലായ്മ ചെയ്യാന്നുള്ള വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവരിന്ന് ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ ഓല സുഖവാസം കഴിഞ്ഞാൽ വീണ്ടും അതിനെക്കാട്ടിയും അക്രമികാരികളാവുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അല്ലേ അവിഞ്ഞാമൊക്ക? അതല്ലേ സത്യം. അപ്പം എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട താനൂർ DYSP സാറിനെ ഇങ്ങക്കും വിളിച്ച അദ്ദേഹത്തിൻ്റെ ഏത് സമയത്ത് വിളിച്ചാലും അദ്ദേഹത്തിന് കിട്ടും. പിന്നെ സ്വന്തമല്ല, അദ്ദേഹത്തിനെ പോലുള്ള നമ്മുടെ മൂസ പള്ളിക്കാട് എന്ന് പറഞ്ഞ DYSP സാറ് നമുക്ക് ഭയങ്കര ഉഷാറാട്ടാണ്, അത്രയും നല്ല മനുഷ്യനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓഫീസർമാരെ നമ്മുടെ നാട്ടിലെ പ്രവർത്തികൾ, അതായത് ഇത്തരം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിളിക്കുക, ആ ഒരു പ്രോഗ്രാം നമ്മൾ വാർഡിൽ വെക്കുക,
ആ വാർഡിൽ എല്ലാവരും രാഷ്ട്രീയവും ജാതിയും മതമൊക്കെ മറന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. അപ്പോൾ എത്രക്കാരെയൊക്കെ ആൾക്കാർക്ക് പേടിയുണ്ടാവും, അവരതിൽ നിന്ന് പിന്മാറും, അവരും നല്ല മനുഷ്യരായി മാറും. അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ നമ്മളെ നാട്ടിൽ നല്ല ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കുക, അവരെ നല്ല സമൂഹത്തിൽ നല്ല മനുഷ്യനാക്കി മാറ്റുക, അതും നമ്മളെ കടമയാണ്. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ഇവിടെയുള്ള സാഫി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഭയങ്കര അക്രമമായിരുന്നു, മയക്കുമരുന്ന് അടിച്ചിട്ട് ഓൻ്റെ ഉപ്പാനും ഉമ്മാനും അക്രമം. ഓൻ്റെ ഉപ്പ ശ്വാസം മുട്ടിയിട്ട് വയ്യാത്തൊരു പാവം മനുഷ്യനാണ്. അനങ്ങിയ അടി ഒടുങ്ങുമ്പോക്കണ് എൻ്റെ വീട്ടിലേക്ക് ഓടി വരും അദ്ദേഹം, ഒരു ഓട്ടോറിക്ഷയും വിളിച്ചു കണ്ട്. എൻ്റെ മോനൊന്ന് കൊന്നുതരുമോ, ഒരു വേറെ ഒന്നും ചെയ്ത എൻ്റെ മോനോ, എൻ്റെ മോനൊന്ന് കൊന്നുതരുമോ, എട്ടങ്ങറായിക്കണ്, ജീവിതം മടുത്തുകണ്, മയക്കുമരുന്ന് അടിച്ചിട്ട് അവിടെ മുഴുവൻ നശിപ്പിച്ച് വെച്ച ഭക്ഷണം നശിപ്പിക്കണ്, ഓനെ കാശിട്ടില്ലെങ്കിൽ അക്രമം, ഓൻ കാട്ടിക്കൂട്ടുന്നതിന് പുടുത്ത വല്ലാത്തൊരു സങ്കടത്തോടെ മോനെന്ന് പറഞ്ഞിട്ട് ആ പാവം മനുഷ്യൻ, വയസ്സായ മനുഷ്യൻ ഇവിടെ നിന്ന് വിളിച്ചു. ഒരു ദിവസം ഒരു മഗ്‌രിബ് സമയത്ത് ഞാൻ വീട്ടിൽ കൊള്ളിച്ചു, ഒന്നിക്കൽ എന്നെ കൊന്നുകൊണ്ടാ അല്ലെങ്കിൽ ഓനെ നിങ്ങൾ കൊന്നുതരിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വിളിച്ചപ്പോൾ ഞാനും അവലുമുട്ടിയാക്കിയും അസ്രഫും ഒക്കെ പണി ഞങ്ങളുടെ 5-6 ആൾ പോയി. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ മഗ്‌രിബായപ്പോൾ വെച്ച ഭക്ഷണം, ചോറ് എല്ലാം ഇപ്പം പുറത്ത് വലിച്ചെറിഞ്ഞ് എല്ലാ സാധനവും പുറത്ത് കിടക്കുക. ഞങ്ങൾ അവനോട് സാഫിനോട് നല്ലപോലെ പറഞ്ഞു, എന്താ സാഫി എൻ്റെ കുട്ടി കാട്ടുന്നത്, എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യണം ഞാൻ തീരുമാനിക്കും, നിങ്ങൾ ആരോടെ ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ ഉമ്മ എൻ്റെ കുട്ടിയൊന്ന് മുണ്ടാക്കിയായിരുന്നു, ഒരൊറ്റ അടി ആ ഉമ്മാൻ്റെ ചൂടാണിക്ക്, എന്താ അടി അടിച്ചു കയറി ആ ഉമ്മ ആ സ്പോട്ടിലാണ് വീണ്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സങ്കടം സഹിച്ചാൻ പറ്റിയില്ല. ഞങ്ങളാണ്ട് കയറി ഇങ്ങോട്ട് പിടിച്ചു അവനെ അവിടെ ഇട്ട് രണ്ടാൾക്ക് കൊടുത്തതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളിവിടെ ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള നമ്മൾ മൂസാക്കുണ്ട്, വിൽക്കട്ടർ മൂസാക്കാൻ്റെ തൊടുവിൽ നിറച്ച് പലതരത്തിലുള്ള ചീനോളകുണ്ട്, ചുവപ്പും മഞ്ഞയും നീല കളറൊക്കെ ഉള്ള കുറേ ചീനോളകുണ്ട്. മൂസാക്കാണ്ട് പറഞ്ഞു ഇവൻ്റെ ഉമ്മാനെ ഒരൊറ്റ അടിക്ക് തള്ളിയിട്ടുണ്ട്, ഇവനക്ക് കൊടുക്കേണ്ട ശിക്ഷ നമ്മളിവിടെ കൊടുക്കണം. പോലീസൊക്കെ കൊണ്ടായാലും ഓനെ കോടതിയിൽ ഹാജരാക്കി ഓൻ ജയിലിൽ പോയാലും ഓൻ സുഖവാസത്തിലേക്കാരം. ഇവനെ ശിക്ഷിക്കുക, ഇനി ഓൻ്റെ ഉമ്മാനെ ജീവിതത്തിൽ അടിച്ചത്, ഓൻ്റെ വാപ്പാനെ ഞാൻ ആക്രമിക്കരുത്, ഇനി മയക്കുമരുന്നിനോ പോരുത്. മൂസാക്ക മുളകൊക്കെ പണ്ട് അരച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് കൊടുന്നു. അങ്ങോട്ട് കണ്ണിലും മൂക്കിലും തൊള്ളയിലും എല്ലായിടത്തും അങ്ങോട്ട് തേച്ചു. ഞങ്ങൾ നന്നായി അങ്ങോട്ട് തേച്ചപ്പോൾ ഇപ്പം അങ്ങനെ കിടന്ന് വിറച്ചിട്ട് പിന്നെ അവസാനം പറഞ്ഞ് ഇനി ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല, എനിക്കൊന്ന് മാപ്പ് തന്നാൽ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കാല് ഞാൻ പിടിച്ചോളാറ്. ഓനെ ഞങ്ങൾ രാത്രി 10 മണിയായപ്പോൾ ഓൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഓൻ്റെ ഉമ്മാനെ കാലും പിടിച്ച് മാപ്പായി പറഞ്ഞു, ഓൻ്റെ വാപ്പാനോട് കെട്ടിപ്പിടിച്ച് നോളിച്ചു. ഞങ്ങൾക്ക് കണ്ണുമുറക്കെ കഴുകിയിട്ടും നേരകല്ല, കാരണം അത്രക്കും തേച്ചിന്ന്. അവസാനം ഓന് വളരെ സങ്കടത്തോടെ അവിടെ പറഞ്ഞു, അപ്പോഴും ആ ഉമ്മയും ഉപ്പയും പഠിച്ചവനെ എൻ്റെ കുട്ടിയൊന്ന് നേരായി കിട്ടിയാൽ മതി, ഞങ്ങൾ വേറെ ഒന്നും കൊണ്ടല്ല ബന മാപ്പ് പറഞ്ഞ അവിടെ തീർന്നു. അമ്മാനും വാപ്പാനും മനസ്സിലുള്ള വെറുപ്പൊക്കെ അവിടെ തീർന്ന്, പഠിച്ചവനെ എൻ്റെ കുട്ടികളൊന്ന് നേരെ കിട്ടിയാൽ മതി, പഠിച്ചവനെ ഞങ്ങൾ ആകെ പ്രതീക്ഷ ചെയ്യുന്നു ഞങ്ങളെന്ന് പറഞ്ഞിട്ട് അന്ന് ഒഴിച്ചു തുടങ്ങി. അതിൻ്റെ അടിയിൽ ഓൻ്റെ 5 വിക്കാസീറ്റൊക്കെ കൊത്താനൊക്കെ വന്നിട്ട് ഓനെ ഞങ്ങൾ പിടിച്ച് മാറ്റിയൊക്കെ ചെയ്ത്. എന്നതിന് ശേഷം ഞങ്ങൾ നമ്മുടെ പെരുമ്പിലാവിലുണ്ട് പിന്നെ അൻസാർ ഹോസ്പിറ്റൽ, ഒരു തങ്ങളെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ചികിത്സ നടത്തണേ, അവിടെ കൊണ്ടുപോയി. ഞങ്ങൾ നേരെ വണ്ടി വിട്ട് നേരം കൊടുക്കുമ്പോൾ അവിടെ എത്തി. രാവിലെ കുറേ ഞങ്ങളാകെ ബുദ്ധിമുട്ടി, എന്നാലും ആ കുട്ടീനെ അവിടെ കൊണ്ടാക്കി. 1 മാസം ഞങ്ങൾ അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുപ്പിച്ചു. എനിക്ക് ആ 1 മാസത്തെ ട്രീറ്റ്മെൻറ്റിൽ അവൻ ഒരു മനുഷ്യനായി മാറി. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് നാട്ടിൽ വന്ന് ഞങ്ങളോട് വന്ന് സങ്കടം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ഞാനൊരു മനുഷ്യനായി മാറി, നിങ്ങളെന്നെ മുളക് തേച്ചുകൊണ്ട് എനിക്കിന്നൊരു മനുഷ്യനായി മാറാൻ പറ്റി. പക്ഷെ ഒരു മനുഷ്യനും സൈക്കൂലാട്ടാ, ഏത് മയക്കുമരുന്നും പിന്മാറും, അങ്ങനത്തെ തേപ്പല്ല നിങ്ങൾ തേച്ചത്. പക്ഷേ ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. അതിനുശേഷം ഓനൊരു വീട് വെക്കാൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും പാടെ ആ വീടിനെ സഹായിച്ചു. ഇന്ന് 5-8 വർഷമായിപ്പോൾ ഓനെപ്പോലൊരു നല്ല മനുഷ്യൻ ഉണ്ടാവില്ല. ഓൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും ഓൻ്റെ കുടുംബത്തിനെയും ഓൻ്റെ മക്കളെയും ഒക്കെ നോക്കി ഓൻ നല്ലപോലെ സ്നേഹമുള്ള ഒരു പഴയ കാലത്ത് എങ്ങനെയായിരുന്നു നല്ല കുട്ടിയായിട്ടുണ്ടായിരുന്നത്, അങ്ങനെയുള്ളൊരു മോനായി നാട്ടിൽ മുഴുവൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായി. അതിനുശേഷം ആ മോന് ലഹരി എന്ന് പറഞ്ഞ സാധനം ആരെങ്കിലും ഉപയോഗിക്കേണ്ടെങ്കിൽ പോലും അവർക്ക് അമറടി കൊടുത്തുകൊണ്ട് ജീവിതം തന്നെ നശിക്കും. ഞാൻ എൻ്റെ കുടുംബത്തിൽ മുഴുവൻ ഒറ്റപ്പെട്ട് എൻ്റെ കുടുംബത്തിൽ ഭാഗ്യം കൊണ്ട് കഴിച്ചില്ലാതെ ഞാൻ അവരെ കൊല്ലാതെയും പിടിച്ചാതെയും പോയത്. എന്തും ചെയ്യും, ലഹരി ഉപയോഗിച്ചാൽ നമുക്ക് അതിനുശേഷം നമുക്ക് കിട്ടേണ്ട കാശാണ്, നമുക്ക് ആരോടും ദേഷ്യം ഉണ്ടെങ്കിൽ എന്തും നമ്മൾ ചെയ്യും. ദയവ് ചെയ്ത് ലഹരിയിലേക്ക് പോകരുത്. എൻ്റെ അവസ്ഥ എനിക്കറിയാം, എൻ്റെ കുടുംബം മുഴുവൻ നശിപ്പിച്ചിരുന്നു. പക്ഷേ മാനൂട്ട് ഇന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് ഇന്ന് ഞാനൊരു മനുഷ്യനായി മാറി. ആ വിപത്തിൽ നിന്നും മാറിക്കോളെന്ന് പറഞ്ഞിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് നല്ല സന്ദേശം കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറി ഇന്ന് ഞങ്ങളെ സാഫി. ഇന്നിപ്പോൾ സ്വന്തമായിട്ട് ഒരു വീട്,
അവൻ്റെ കുട്ടികളൊക്കെ ഉഷാറായിട്ട് സ്കൂളിൽ പഠിക്കണ്. അവൻ ദിവസം ജോലിക്ക് പോണ്. ഒരാളോടും അവൻ കൈയാട്ടാനോ അവൻ്റെ വിഷമങ്ങൾ പറയില്ല. ഓൻ അധ്വാനിച്ച് ജീവിക്കും സുഖമായിട്ട്. വീടുണ്ടാക്കുമ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് സഹായിച്ചു അത്ര. ഇന്ന് ഇത്ര നല്ല മനുഷ്യനെ കിട്ടൂല, അത്രയും നന്നായി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോണതിന് മുന്നേ നാട്ടുകാർക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ച് ചെറിയൊരു ചീനമുളകൊക്കെ പിന്നെ ചെറിയ കാന്താരി മുളക് എന്നതിന് പറയും, അതൊന്നാണ്ട് വരുതിയാൽ ഒന്ന് മാറ്റം വരാനൊക്കെ നന്ന്. ജയിലിൽ നിന്ന് ഏതായാലും സുഖവാസത്തിന് പോകാനുള്ള ഒരു കാര്യം കിട്ടൂല്ലോ. അപ്പോൾ ആ നാട്ടിൽ നിന്ന് തന്നെ അങ്ങനെയുള്ള ആൾക്കാർ ഒരു നിലക്കും പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ അപ്പം ഇതൊക്കെ ഞങ്ങൾ നിക്കക്കള്ളില്ലാണ്ട് ചെയ്തതാണ്. അതേമാതിരി നല്ല ട്രീറ്റ്മെൻറ്റും അവർക്ക് കൊടുക്കണം. അവരെ നമ്മളെ മാതിരിയുള്ള മനുഷ്യരിൽ നിന്ന് അവരെ ചതിയിൽ ഓരോരുത്തർ പെടുത്തി അവരെ കുടുങ്ങിപ്പോയതാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു ചികിത്സ കൊടുക്കുമ്പോൾ അവരും നല്ല മനുഷ്യരായി മാറും. നമ്മളെ കൂട്ടത്തിൽ സമൂഹത്തിന് പാവങ്ങളെ സഹായിക്കാനും അവരുടെ കുടുംബം പോറ്റാനും ഒക്കെ നമ്മളെ സാഫിൻ്റെ മാതിരിയുള്ള നല്ല മനുഷ്യരായി മാറട്ടെ. ഞമ്മക്ക ഇത് ഞങ്ങളുടെ നാട്ടിലെ മുൻ മെമ്പറും സജീവ കാരുണ്യ പ്രവർത്തനമാണ് ഞങ്ങൾ കുഞ്ഞമ്മക്ക. ഇത് എന്താ വെച്ചാൽ ഈ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളാകേണ്ടത് ഇത് ഇവരെ കുറ്റമല്ല. ഇവരെ കൊണ്ടുപോയിട്ട് കൊയിൽ കൊള്ളി ചാടിക്കണം. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ വലിയ ലോബികളാണ്. ആ ലോബികൾ ഇതിൽ ഈ സദസ്സിലൊക്കെ അവരുണ്ട്, നമ്മളെ കൂടെ ഉണ്ട് അവർ. പക്ഷെ അവർ ഇതിനൊക്കെ പ്രോത്സാഹനങ്ങൾ കൊടുത്ത് ഇവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും, ഇനി അഥവാ ഈ സാധനം എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരെ പിടിച്ചാൽ തന്നെ അവരെ കൊണ്ട് ജാമ്യത്തിലിറക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാ സംവിധാനം, സർക്കാർ സംവിധാനവും എല്ലാ രാഷ്ട്രീയ പാർട്ടി സംവിധാനങ്ങളും ഇതിനെതിരെ ജാഗ്രത പുലർത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് പറ്റ നശിച്ചു പോകും. പ്രത്യേകിച്ച് ഈ മലപ്പുറം മലബാർ ഏരിയയിൽ ഇത് വല്ലാതെ വ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ വലിയ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ശക്തികൾക്ക് നല്ലതിനല്ല ഈ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ മക്കൾ ഇന്ന് വളരെ ദയനീയാവസ്ഥയിലാണ്. എൻ്റെ കുട്ടിയാണെങ്കിലും ശരി, ഞാൻ ഇത്തരം പരിപാടികൾ ഉണ്ടാകുമ്പോൾ എൻ്റെ കുട്ടീനെ പറ്റിയിട്ട് ഒരാൾ പറയാം, എൻ്റെ കുട്ടീൻ്റെ അടുത്ത് ഇന്നൊരു തർക്കമുണ്ടെന്ന് പറയുകയാണെങ്കിൽ, ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഞങ്ങളിത് പറയുകയാണെങ്കിൽ, അതിന് നമ്മൾ ന്യായീകരിക്കരുത്. ഞാൻ അതൊന്ന് എൻ്റെ കുട്ടീനോട് ചോദിക്കണം. എനിക്ക് ആ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയാം. സംഗതി സത്യം തന്നെ ആയിരിക്കും, ഇല്ലാതിരിക്കില്ല. ഇല്ലാന്ന് പറയരുത്. ഇല്ലാന്ന് പറഞ്ഞു പോയാൽ കുട്ടിക്ക് വീണ്ടും എന്ത് വഴിയെന്നറിയോ, മറ്റൊരു കുട്ടീനെ പിടിച്ച കാര്യവും. അപ്പോൾ എന്ത് പറഞ്ഞെന്നറിയോ, ഇത് മയക്കുമരുന്ന്. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഇന്നലെ പല സദസ്സിലും കണ്ടു, പല ലഹരി വിരുദ്ധ സദസ്സിലൊക്കെ ലഹരി ഉപയോഗിക്കുന്നവർ വന്നിട്ട് അവർ വലിയ ബണ്ടലടിക്കുന്നുണ്ട്. പക്ഷെ ആ ഈ ബണ്ടലുകൊണ്ട് എന്താണെന്നറിയോ, ഇവരിതിൻ്റെ ഒക്കെ എല്ലാം കള്ളി അറിയുന്നുണ്ട്. എവിടേക്ക് അത് വിൽക്കണു, എവിടേക്ക് അത് ചെയ്യണു, നമ്മളെ ഒറ്റ വിഡ്ഢികളാക്കുന്നുണ്ട്. അത്തരക്കാരുമാണ് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കാഞ്ഞാൽ അവർക്ക് പ്രോത്സാഹനം കൊടുക്കരുത്. ഈ കുട്ടികളെ, കുഞ്ഞു മക്കളെ ഇതിലേക്ക് പ്രോത്സാഹനം ചെയ്യില്ല. അതുമാതിരി വിദ്യാർത്ഥികൾ, നമ്മൾ ഇവിടെ പഠിക്കാൻ 5 പൈസ ഇല്ലാത്ത കാലത്ത് പല നാടുകളിലും പോയി നടന്നു പോയി ഭക്ഷണമില്ലാതെ പഠിച്ചു വന്നിരുന്ന കുട്ടികളെ ഇന്നിപ്പോൾ ഞങ്ങൾ അമ്പലപ്പറമ്പ് പല ഹൈസ്കൂളുകളും മാഷന്മാർ എന്ത് ചെയ്യും, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ മക്കളോട് നല്ലൊരു ഉപദേശം കൊടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നമ്മളെ മക്കളെ പറഞ്ഞേക്കണം. നിങ്ങളിത് അറിയണ്ടാവില്ല, നിങ്ങൾ അന്യ നാട്ടിലേക്കാണ്. ചിലപ്പോൾ കാടാമ്പായുള്ളവരായിരിക്കും, കാടാമ്പായ മലപ്പുറമുള്ളവരായിരിക്കും. ഇവിടേക്കാണ് +2 പഠിക്കേണ്ടത്. ഈ പഠിക്കുന്ന കുട്ടികൾ വളരെ ദയനീയാവസ്ഥയിൽ നടക്കുന്നുണ്ട്. അതൊന്നും രക്ഷിതാക്കന്മാർ അറിയുന്നില്ല. ആ മക്കൾക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ നിങ്ങൾ നല്ല ഒരു ഉപദേശം കൊടുക്കണം. അത് നമുക്കില്ലെങ്കിൽ നമ്മളെ മക്കളെ നമുക്ക് കിട്ടൂല. ഇതുകൊണ്ട് നമ്മളെ വാപ്പാർക്കും ഉമ്മാർക്കൊക്കെ വലിയ നാശങ്ങൾ വരും. പിന്നെ നമ്മൾ ആക്രമിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ മക്കളുടെ തകരാറ് കണ്ടു എന്ന് കണ്ടാൽ ആ മക്കളെ ശരിക്കും നമ്മൾ ചോദ്യം ചെയ്യണം. അല്ലാഞ്ഞാൽ നമ്മളെ മക്കളായി വഹിച്ചു പോകും. അതിലേക്കൊന്നും നമ്മൾ പെടാതിരിക്കട്ടെ. നമ്മളെ മക്കൾ പെടാതിരിക്കാൻ നമ്മൾ ഏറ്റവും സൂക്ഷിക്കണം. വലിയ അപകടമാണ് നമുക്ക് വരാൻ പോകുന്നത്. അത് നമ്മൾ സൂക്ഷിക്കണം. കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. അസ്സലാമു അലൈക്കും. അതേമാതിരി നമുക്ക് ഏറ്റവും നല്ല ഓഫീസർമാരാണ് നമ്മുടെ ADGP പി വിജയൻ സാറ്. വിജയൻ സാറ് മലപ്പുറം SP ആയിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ബന്ധമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോടടുത്ത് ഒരു പോലീസ് ഓഫീസർ ന്യായമില്ലാത്ത ചെയ്താൽ പോലും നമ്മുടെ SP വിജയൻ സാറിൻ്റെ അടുത്ത് അന്ന് പോയിട്ട് വിഷയങ്ങൾ ഇന്നിനുമാതിരി എന്ന് പറഞ്ഞ കർശന നടപടി ഇന്ന് നമ്മുടെ പി വിജയൻ സാർ. ഇപ്പം അദ്ദേഹം ADGP ആണ്. ഇന്നലെ ബഹുമാനപ്പെട്ട പ്രമോദ് സാർ പറഞ്ഞ വാക്ക്, ഇതിൻ്റെയൊക്കെ നമുക്ക് ഫുള്ള് സപ്പോർട്ട് നമ്മുടെ ADGP
നമ്മുടെ പി വിജയൻ സാറിൻ്റെ നേതൃത്വത്തിൽ, അതേമാതിരി മറ്റൊരു ADGP ഉണ്ട്, അദ്ദേഹത്തിന് എബ്രഹാം എന്ന എന്തോ പേര് മറന്ന്. പക്ഷെ നമ്മൾ പരിചയമുള്ളത് ADGP വിജയൻ സാറാണ്. അന്ന് അദ്ദേഹം ഇവിടെ SP സാറാവുമ്പോൾ നമ്മുടെ ഒരു ഓഫീസർ, അതായത് ഒരു CI സാറ്, അദ്ദേഹം പത്രക്കാരായിട്ടുണ്ടായ ചെറിയൊരു വാക്കേറ്റത്തിന് മുകളിൽ അദ്ദേഹത്തിന് സസ്പെൻഷനിലായിരുന്നു. ആ സസ്പെൻഷൻ പിൻവലിക്കാൻ 6 മാസം 8 മാസം 10 മാസമായിട്ടും കഴിയാതെ വന്നപ്പോൾ ഞാനടക്കം വിജയൻ സാറിൻ്റെ അടുത്ത് പോയി മലപ്പുറത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന് സംസാരിച്ചു. വിജയൻ സാർ പറഞ്ഞ വാക്കുണ്ട്, നിങ്ങളെപ്പോലുള്ളവരാണ് ഇവരെ പോലുള്ളവരെ സഹായിക്കുന്നത്. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്തവൻ അതിൻ്റെ ബുദ്ധിമുട്ടറിയണം. ഒരു കാരണവശാലും പെട്ടെന്നൊന്നും അവർക്ക് ജോലി കൊടുക്കലോ കാര്യങ്ങളും പാടില്ല. അവരതിൻ്റെ ബുദ്ധിമുട്ട് അറിയണം. ജനങ്ങളെ സേവിക്കാനാണ് പോലീസ്. പോലീസിൻ്റെ ഭാഗത്ത് ചെറിയ, അതായത് സാധാരണക്കാരനായാലും വലിയ ആളായാലും ന്യായം നോക്കി സത്യത്തിന് കൂട്ടിക്കണം. അതല്ലാത്ത പക്ഷം ഒരു കാരണവശാലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പി വിജയൻ സാറ് വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അതാണ്. താഴെ തട്ടുള്ള ഓഫീസർമാർ ആരായാലും തെറ്റ് ചെയ്താൽ തെറ്റാന്ന് പറഞ്ഞ് കർശന നടപടിയേക്കും. അതേമാതിരി ഇപ്പോൾ ഒരു ബസ്സിൻ്റെ ആൾക്കാർ മലപ്പുറത്ത് വെച്ചിട്ട് ഒരു പോലീസ് വണ്ടി ബ്ലോക്ക് ഇട്ട് തടുത്തു. അവസാനം ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്ത്. ആ ബസ് 2 ദിവസം കസ്റ്റഡിയിൽ നിന്ന് കിട്ടാതായപ്പോൾ ഇവർ എൻ്റെ വീട്ടിലൊക്കെ വന്നു. ഒന്ന് സമീപിക്കാൻ പറ്റുമോ എന്ന് സാധിച്ച് നമുക്ക് പറ്റിപ്പോയതാണ്, ഡ്രൈവർ കാട്ടിക്കൂട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ആ മുതലാളി വന്നു വിളിച്ചു. അതിനും വിജയൻ സാറിൻ്റെ അടുത്ത് പോയപ്പോൾ വിജയൻ സാറ് പറഞ്ഞതാണ്, ഒരു പോലീസ് വണ്ടിക്ക് നീതിയില്ലെങ്കിൽ ഈ ബസ്സിൻ്റെ ആൾക്കാർ ഈ പറയപ്പെട്ട സാധാരണക്കാർക്ക് എന്ത് നീതിയാണ് കൊടുക്കുക? അപ്പോൾ സത്യത്തിൽ ബസ്സിൻ്റെ മുതലാളി നിരപരാധിയാണ്. നല്ല ബസ്സുകാർ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം പാവപ്പെട്ട രോഗികൾക്കൊക്കെ അവരെ സർവീസ് തന്നെ സൗജന്യമായിട്ട് ഓടുന്ന ഇഷ്ടംപോലെ ബസ്സിൻ്റെ ഉടമസ്ഥരുണ്ട്, ഡ്രൈവർമാരുണ്ട്. അതിൽ കൂലി മേടിക്കാത്ത കണ്ടക്ടർമാരും ക്ലീനർമാരും ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല മനുഷ്യർ കുറേ ഉണ്ട്. പക്ഷെ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്ത വലിയ ആപത്താണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കിൽ നമുക്ക് കേരളത്തിലെ ലഹരി ഈ ടീമിനെ തകർക്കുന്നതിന് ഫുള്ള് പിന്തുണയായിട്ട് നമ്മുടെ പ്രമോദ് സാറൊക്കെ പറഞ്ഞത്, മാൻസാഹിബ് വിജയൻ സാറ് ADGP ഞങ്ങളെ കൂടെ ഉണ്ട്. മറ്റൊരു സാറിൻ്റെ പേരും പറഞ്ഞു, അതായത് അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് മനോജ് എബ്രഹാം IS സാറാണ്. അവരൊക്കെ നമുക്കൊക്കെ അറിയണമാണ്, കളങ്കത്തരമില്ലാത്ത നല്ല ഓഫീസർമാരാണ് മനോജ് എബ്രഹാം സാറും പി വിജയൻ സാറൊക്കെ. അതേമാതിരി നമ്മളിവിടെ വന്ന മുൻ SP ഉണ്ടായിരുന്നു നമ്മളെ സേതുരാം സാറ്. പടച്ചമ്പുരാനെ ഒരു SPക്ക് പറ്റിയ ഓഫീസറല്ല സേതുരാം സാറ്. ഒരു IAS കളക്ടർ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇന്ത്യയൊക്കെ മനസ്സിലുള്ളത്. കാരണം എത്രയോ എളിമത്വം സ്നേഹവുമാണ് ബഹുമാനവുമാണ് നമ്മുടെ സേതുരാം സാറ് മനുഷ്യരോട് കാണിക്കാന്ന് പറയണ്ടില്ല. ആർക്കും കാര്യച്ചല്ല, എല്ലാവരോടും എളിമത്വത്തോടെ ന്യായക്കേട് കാണിച്ചാൽ അത് തിരുത്താനും അതിനുള്ള നിലപാട് ഉറപ്പിക്കുന്ന ആള്. ഞാൻ തെറ്റ് പറ്റാതെ ആള് ഏതെങ്കിലും രീതിയിൽ പോലീസിന്റെ പീഡനത്തിനോ അല്ലെങ്കിൽ വലിയ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്ന വിഷയത്തിലുണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടെ ആ വിഷയം ഏറ്റെടുത്ത് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് നമ്മളെ സേതുരാം സാറ്. അദ്ദേഹം ഇപ്പോൾ DIG IG ഒക്കെയാണ്, വലിയ ഓഫീസർമാരാണ്. പക്ഷേ നമ്മളെ മലപ്പുറത്ത് വന്നപ്പോൾ അവരൊക്കെ നന്മകൾ ഞാൻ കണ്ടു. ഞാൻ വെറൊരു സാറിനോട്, സേതുരാം സാറിനോട് നമുക്ക് ഒരു ആംബുലൻസിന്റെ ഉദ്ഘാടനം സാറിന് ഒന്ന് ഡേറ്റ് നിർവഹിച്ചപ്പോൾ, പുണ്യപ്പെട്ട കാര്യം ചെയ്യണതിന് ഞാൻ എപ്പോഴും റെഡിയാണ്, എപ്പോഴാണ് വരേണ്ടത് എന്നാ ആ ഡേറ്റും തരൂ നാസറയെന്ന് പറഞ്ഞോട്. അത്രയും ഡീസൻ്റാണ് നമ്മുടെ SP സേതുരാം സാറ്. അതേമാതിരി പി വിജയൻ സാറിനെ പരിചയമുള്ളവർക്കൊക്കെ അറിയാം. അദ്ദേഹം 100% ന്യായത്തിന് കൂട്ടിക്കുന്ന ആളാണ്. അപ്പം ആ വലിയ മനുഷ്യസ്നേഹിയാണ് ഇന്ന്. അതേമാതിരി നമ്മളെ എബ്രഹാം സാറ്, ഇവരൊക്കെയാണ് ഇന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നേതൃത്വം ഇപ്പോൾ വളരെ കർശനമായിട്ട് പോലീസിന് നല്ല സപ്പോർട്ടും കൊടുത്തു. മറ്റ് പ്രതിപക്ഷ പാർട്ടികളും എല്ലാ പാർട്ടിക്കാരും ഫുൾ സപ്പോർട്ട്. അതൊരു വലിയ ആശ്വാസമാണ് നമ്മുടെ നാട്ടിന്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രമോദ് സാറിനെ ഒരു ദിവസങ്ങളൊക്കെ ഒന്ന് വിളിക്കുക, അദ്ദേഹത്തിന് ഒരു ക്ലാസ്സിന് കൊണ്ടുവരിക. നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കാത്ത നല്ല നല്ല വാക്കുകളാണ് DYSP താനൂര് പ്രമോദ് സാറിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടത്. അദ്ദേഹം അങ്ങനത്തെ ഒരു വ്യക്തിത്വം. നാളെ നമ്മൾ മലപ്പുറത്തൊക്കെ SP ആയിട്ട് വരട്ടെ, എല്ലാ ജനങ്ങൾക്കും ഉപകാരം ഉണ്ടാകും. കാരണം കാരുണ്യ പ്രവർത്തനത്തിൽ ഭയങ്കര പങ്കാളിത്തമാണ്. അതേമാതിരി ഉമേഷ് സാറ്, പിന്നെ തോട്ടത്തിൽ ജലീൽ സാറ്, അങ്ങനെ കുറേ DYSPമാർ നല്ല നല്ല മനുഷ്യരുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ.
ഈ പുണ്യ റമദാൻ ഇന്ന് ഇന്ന് എത്രയായിട്ട് ഇന്ന് നോമ്പ് എത്രയായി? 10 നമ്മളിങ്ങനെ സങ്കടങ്ങൾ ഇന്നലെ DYSP സാറിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ഈ ജയിലിലുള്ള നമ്മളെ കൂട്ടുകാരൻ ഇവിടുത്തെ മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ കഴിയാതെ ജയിലിൽ പോയി കിടന്ന സുഹൃത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ ഒന്ന് ജയിലിലുള്ള സുഖസൗകര്യങ്ങളൊന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വെച്ച് അതിന് നമ്മുടെ സർക്കാരും നമ്മുടെ എല്ലാ പാർട്ടിക്കാരും കോടതിയൊക്കെ ഇതിന് നടപടി എടുക്കട്ടെ. അക്രമികാരികൾക്ക് കടുത്ത ശിക്ഷയും നിരപരാധികളായ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ പോകുന്നവർക്ക് എല്ലാ സൗകര്യവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ